തുളസി മാസ്റ്റർ PSC ടിപ്സ് എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഹിമാലയത്തിനെ പറ്റിയാണ് പഠിക്കുന്നത്. NCERT പുസ്തകത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഇവിടെ ഉൾപ്പെടുത്തുന്നത്. ഹിമാലയാസ് ആർ ബ്രോഡ്ലി കാറ്റഗറൈസ്ഡ് ഇൻറ്റു 3 മെയിൻ റേഞ്ചസ്. ഹിമാലയത്തെ മൂന്നായിട്ടാണ് തിരിച്ചിരിക്കുന്നത്: ഹിമാദ്രി, ഹിമാചൽ ആൻഡ് ശിവാലിക്. പിന്നെ നമ്മൾ ഹിമാദ്രിയെ പറ്റിയാണ് പഠിക്കുന്നത്. ഹിമാദ്രിയെ ഗ്രേറ്റർ ഹിമാലയാസ് എന്നും പറയുന്നുണ്ട്. ഹയസ്റ്റ് ആൻഡ് മോസ്റ്റ് റഗ്ഡ് പാർട്ടാണ് ഹിമാലയത്തിലെ ഹിമാദ്രി എന്ന് പറയുന്നത്. ഹോം ടു ടവറിംഗ് പീക്സ് ലൈക്ക് മൗണ്ട് എവറസ്റ്റ് ആൻഡ് കാഞ്ചൻജംഗ. ഉയരം കൂടിയ കൊടുമുടികളായ മൗണ്ട് എവറസ്റ്റ്, കാഞ്ചൻജംഗ എന്നിവ ഹിമാദ്രിയിലാണ് ഉൾപ്പെടുന്നത്. ഇനി ഹിമാചലിനെ പറ്റിയാണ് പഠിക്കുന്നത്. ഇതിനെ ദ ലോവർ ഹിമാലയാസ് എന്നും പറയുന്നുണ്ട്. ലൈ ടു ദ സൗത്ത് ഓഫ് ദ ഗ്രേറ്റർ ഹിമാലയാസ്. ഹിമാദ്രിയുടെ തെക്കുവശത്താണ് ഹിമാചൽ ഉൾക്കൊള്ളുന്നത്. ഹിമാചലിലാണ് പ്രധാനപ്പെട്ട ഹിൽ സ്റ്റേഷൻസായ നൈനിറ്റാൾ, ഡാർജിലിംഗ്, ഷിംല ആൻഡ് മസൂറി എന്നിവ വരുന്നത്. ഹിമാദ്രി വാസസ്ഥല യോഗ്യമല്ലെങ്കിലും ഹിമാചൽ വാസസ്ഥല യോഗ്യമാണ്. നൈനിറ്റാൾ, മസൂറി എന്നിവ ഉത്തരാഖണ്ഡിലാണ്. ഡാർജിലിംഗ് വെസ്റ്റ് ബംഗാൾ, ഷിംല ഹിമാചൽ പ്രദേശിലാണ്. ഇനി ശിവാലിക്, മൂന്നാമത്തെ സോണായി ശിവാലിക്കിനെ പറ്റിയാണ് പഠിക്കുന്നത്. ഇത് ഔട്ടർ ഹിമാലയാസ് എന്നും അറിയപ്പെടുന്നു. ഔട്ടർ മോസ്റ്റ് ആൻഡ് ലോവസ്റ്റ് റേഞ്ച് ആണ്, അതായത് താഴ്ന്ന ഭാഗത്താണ് ഇത് വരുന്നത്. ശിവാലിക് കൺസിസ്റ്റിംഗ് ഓഫ് റോളിംഗ് ഹിൽസ് ആൻഡ് ഡെൻസ് ഫോറസ്റ്റ്. കുന്നുകളും ഡെൻസ് ഫോറസ്റ്റ്, വനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. സെർവിങ് ആസ് എ ട്രാൻസിഷൻ സോൺ ബിറ്റ്വീൻ ദ ഹിമാലയാസ് ആൻഡ് ദ ഗംഗാറ്റിക് പ്ലെയിൻസ്. ഹിമാലയത്തെയും ഗംഗാ സമതലത്തെയും കണക്ട് ചെയ്യുന്ന പ്രധാന ഭാഗമാണ് ശിവാലിക്. വെസ്റ്റേൺ ഹിമാലയൻ റേഞ്ചിലെ വീടിൻ്റെ കൺസ്ട്രക്ഷനെ പറ്റി പറയുന്ന ഒരു പേരാണ് കാത് കുനി അല്ലെങ്കിൽ ധാജി ദവേരി എന്നും പറയുന്നു. ഈ ചോദ്യങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്.